ഓം ശ്രീനാരായണ പരമ ഗുരവേ നമഃ. ഗുരുമാർഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഭക്തന്മാരുടെ മറ്റൊരു സംശയമാണ് അരുവിപ്പുറത്തെ ശിവന് ധാര ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട പലരുടെയും സംശയങ്ങളാണ്. ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ 1888 അരുവിപ്പുറത്ത് ശിവപ്രതിഷ്ഠ നടത്തിയ നാൾ മുതൽ അവിടെ അഭിഷേകം തുടർച്ചയായിട്ട് നടത്താറുണ്ട്. എല്ലാ ശിവക്ഷേത്രങ്ങളിലും ധാര, അഭിഷേകം ഒക്കെ ഉണ്ട്. ഇപ്പം ധാര രാത്രികാലങ്ങളിലാണ് വയ്ക്കുന്നത്. അതിനകത്ത് സുഗന്ധ ദ്രവ്യങ്ങളിട്ട് ശിവലിംഗത്തിൻ്റെ മുകളിൽ ഓരോ തുള്ളി ജലം വീഴുന്ന രീതിയിലാണ് അത് സെറ്റ് ചെയ്യുന്നത്. ഇവിടെ അരുവിപ്പുറത്ത് ഗുരുവിൻ്റെ സമയം തുടങ്ങി ചില പ്രത്യേക അസുഖങ്ങൾ മാറുന്നതിനും പ്രത്യേകിച്ച് മാനസിക വിഭ്രാന്തി ഒക്കെ ഉള്ളവരെ കൊണ്ടുവന്ന് താമസിപ്പിച്ചിരുന്ന മുറിയാണ് ക്ഷേത്രത്തിന് വടക്ക് വശത്ത് കാണുന്ന കെട്ടിടത്തിൻ്റെ പടിഞ്ഞാറേ അറ്റത്തെ മുറി. അവരവിടെ താമസിച്ച് ഭജനയിരുന്ന് ദിവസവും ധാരാജലം, കാരണം അവരുടെ പേരും നാളും പറഞ്ഞ് ധാര വെച്ച് അത് രാവിലെ ആ ജലം കളക്ട് ചെയ്ത് ഇവരുടെ തലയിലൂടെ അഭിഷേകം ചെയ്ത് കൊടുക്കുന്ന, അപ്പോഴാണ് അത് പൂർണ്ണമാകുന്നത്. മറ്റു പല ക്ഷേത്രങ്ങളിലും അങ്ങനെയല്ല. അവിടെ ധാര എഴുതാറുണ്ട്, പക്ഷേ അത് ആ ജലം കളക്ട് ചെയ്ത് ആ വഴിപാട് നടത്തിയ ആളുടെ തലയിലൂടെ അഭിഷേകം ചെയ്ത് കൊടുക്കാറില്ല. ഇവിടെ തിരിച്ചാണ്. അങ്ങനെ ചെയ്യുമ്പോൾ ഈ മാനസികമായിട്ടുള്ള വിഭ്രാന്തിയും ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകളും ഒക്കെ ഉള്ള ആളുകൾക്ക് അത് മാറി കിട്ടുമെന്നുള്ളതാണ് എത്രയോ ആളുകളുടെ അനുഭവം പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ദൂരെ സ്ഥലങ്ങളിൽ നിന്ന് വരുന്ന ഭക്തന്മാർക്ക് ഇതിനെക്കുറിച്ചുള്ള അറിവില്ല. അതുകൊണ്ട് പലരും ഇപ്പോൾ ഇങ്ങനെ ചോദിക്കുന്നു. ഇവിടെ വന്ന് താമസിക്കുന്ന ആളുകൾ ഇപ്പോൾ അരുവിപ്പുറത്ത് താമസിക്കുവാനുള്ള സൗകര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പോൾ ഇവിടെ അവരുടെ സങ്കല്പ കാര്യാർത്ഥം ഓരോരുത്തരും അവരവരുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുന്നതിനാണ് വഴിപാടുകളൊക്കെ നടത്തുന്നത്. വളരെ കുറച്ച് പേര് മാത്രമാണ് ജ്ഞാനം ആണ് പരമമായിട്ട് ലഭിക്കേണ്ടത്, ഭഗവാനിൽ നിന്ന് ലഭിക്കേണ്ടുന്ന വരം എന്ന് ചിന്തിക്കുന്നുണ്ട്. പക്ഷേ പൊതുവെ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്കാണ് ആളുകൾ ഭഗവാനെ സേവിക്കുന്നത്. അപ്പോൾ ഇവിടെ താമസിച്ച് അവർക്ക് ധാരയൊക്കെ നടത്തി രാവിലെ കൊടിതൂക്കി മലയിലൊക്കെ പോയി ശാന്തമായിട്ട് തിരിച്ചു പോകാവുന്ന ഒരവസ്ഥ ഉണ്ട്. അതുകൊണ്ട് ദൂരദേശത്തു നിന്ന് വരുന്ന ഭക്തജനങ്ങൾ ധാര വഴിപാട് എഴുതി ഈ രീതിയിൽ ഒരു 5 പ്രാവശ്യം വലം വെച്ച് നമഃശിവായ ജപിച്ച് ഈ ജലം ശരീരത്തിലൂടെ തന്നെ നമ്മൾ അഭിഷേകം നടത്തി നമ്മൾ എന്ത് കാര്യസാധ്യത്തിനാണോ നമ്മൾ ചെയ്തത് അത് നമുക്ക് ലഭിക്കുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ ഭഗവാൻ നമ്മൾക്ക് കനിഞ്ഞ് അനുഗ്രഹിച്ച് നൽകിയിട്ടുള്ള ഈ വഴിപാട് തീർച്ചയായിട്ടും നമ്മൾ നടത്തുക. അത് കുടുംബത്തിനും അവരവർക്കുമൊക്കെ ഐശ്വര്യം പ്രദാനം ചെയ്യുന്നതാണ്. അങ്ങനെ വളരെ അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള ഗുരു നമ്മൾക്ക് പ്രതിഷ്ഠിച്ച് നൽകിയ ലക്ഷണമൊത്ത ആ ശിവലിംഗത്തിൽ അതിൽ നിന്ന് കിട്ടുന്ന എനർജി, ഇപ്പോൾ പഴനിയിൽ മുരുകൻ്റെ വിഗ്രഹം അത് നവപാഷാണം കൊണ്ടുണ്ടാക്കിയതാണ്. അതിൽ നടത്തുന്ന അഭിഷേകം, ആ അഭിഷേകത്തിൻ്റെ അത് പല അഭിഷേകങ്ങളും അവിടെയുണ്ട്. പാല്, നെയ്യ്, അതുപോലെ തേൻ,
പഞ്ചാമൃതം വളരെ പ്രസിദ്ധമാണ്. അപ്പോൾ ഈ അഭിഷേകം നടത്തി അത് നമ്മൾ കളക്ട് ചെയ്യുമ്പോൾ നവപാഷാണമായതുകൊണ്ടും അത് വളരെ മെഡിസിനൽ ഗുണങ്ങളുള്ളതാണ്, ഔഷധം. അപ്പോൾ നമ്മളുടെ അലോപ്പതി ഡോക്ടർമാരൊന്നും സമ്മതിക്കില്ല. പക്ഷേ എത്രയോ ആളുകൾ അത് കൊണ്ടുപോയി കഴിച്ചിട്ട് അവരുടെ അസുഖങ്ങൾ മാറിയിട്ടുണ്ട്. അങ്ങനെ ഇന്ന് ആ വിഗ്രഹത്തിൽ എത്രയോ കാലങ്ങളായിട്ട് ഇങ്ങനെ അഭിഷേകം ചെയ്ത് ആ വിഗ്രഹത്തിന് അത് തേയ്മാനം സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ടിപ്പോൾ നേരിട്ട് ആ വിഗ്രഹത്തിലല്ല അഭിഷേകം ചെയ്യുന്നത്. ഇപ്പം നവപാഷാണം കൊണ്ടുണ്ടാക്കിയതാണ്, അതുകൊണ്ടാണ് ആ രീതിയിൽ അത് വരുന്നത്. ഇതങ്ങനെയല്ല. നമ്മളുടെ ശില ഗുരു ഇങ്ങനെ ശങ്കരൻകുഴിയിൽ നിന്ന് മുങ്ങിയെടുത്ത് പ്രതിഷ്ഠിച്ചതാണ്. അത് ഉത്തമ ലക്ഷണത്തോടു കൂടിയതാണ്. അപ്പോൾ ഗുരുഭക്തന്മാർ അത് ആ രീതിയിൽ അതിനെ ശ്രദ്ധയോടുകൂടി കണ്ട് ആ രീതിയിൽ നമ്മൾ പ്രാർത്ഥിച്ച് ഇതൊക്കെ ചെയ്യുമ്പോൾ നമുക്കും നമ്മുടെ കുടുംബത്തിനും എല്ലാവിധമായിട്ടുള്ള ഐശ്വര്യവും അഭിവൃദ്ധിയും ഉണ്ടാകും. അത് മറ്റുള്ളവരോടും കൂടി നമ്മൾ പറഞ്ഞു കൊടുക്കുക. നമ്മൾ ആ ധർമ്മത്തെ എല്ലാവരിലേക്ക് എത്തിക്കുക സാധിക്കട്ടെ. എവർക്കും നമസ്കാരം.